ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാമിന് കീഴിലുള്ള പ്രധാന സംരംഭമാണ് ഡിജി ലോക്കർ. വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും സുരക്ഷിതമാക്കാനും ഡിജി ലോക്കർ സംവിധാനം ഏറെ സഹായകരമാണെന്ന് എറണാകുളം സെന്റ് തെരേസാസ് കോളേജ് അധ്യാപിക പേർളി ആന്റണി പറഞ്ഞു. എന്റെ പേര് പേർളി ആന്റണി, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ്, സെന്റ് തെരേസാസ് കോളേജ്. NEP 2020 ഭാഗമായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിലൂടെ അവർക്ക് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അക്കൗണ്ട് തുറക്കാനും അതിലൂടെ ഒരു ആധാർ ID ക്രിയേറ്റ് ചെയ്യാനും, ഒരു സ്റ്റുഡന്റ് ഇൻഡിവിജ്വൽ ID ആണ്. ആ IDയിലൂടെ അവർക്ക് റിസൾട്ടുകൾ മറ്റും ആക്സസ് ചെയ്യാനും സാധിക്കുന്ന ഒരു അക്കൗണ്ട്. അത് നിർബന്ധമായും എല്ലാ കുട്ടികളും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാ വിദ്യാർത്ഥികളുടെയും ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ നമ്മൾ മറ്റ് ചുറ്റുവട്ടത്തുള്ള ലോക്കൽ കമ്മ്യൂണിറ്റീനെയും ഈ ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മൾ കുമ്പളങ്ങി പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ സ്റ്റുഡന്റ് വോളണ്ടിയേഴ്സ് കഴിഞ്ഞ വർഷം അതിന്റെ ഒരു പ്രവർത്തനത്തിലായിരുന്നു. ഒരുപക്ഷെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. കാരണം ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി, കുമ്പളങ്ങി പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നമ്മൾ എല്ലാ കുട്ടികളെയും ഇറക്കിക്കൊണ്ടാണ് എല്ലാ വീടുകളിലേക്കും ആ ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എളിയ സംരംഭമാണ്. പക്ഷേ എല്ലാ ഈ പുതിയ പുതിയ FIUGPയുടെ ഭാഗമായി എല്ലാ കോളേജിലും ഈ പറയുന്ന ആധാർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്.